അപ്പം നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ഇൻവോൾവ് ആവുക കേട്ടോ. പറ്റുന്നവരൊക്കെ അഡോപ്ഷൻ ചെയ്യാൻ പറ്റുന്നവർ അഡോപ്ഷൻ ചെയ്യുക. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടോ 2 കണ്ണുകൾ? മുറിഞ്ഞിരിക്കുകയാണ് ഗൈസ്. മനക്കെട്ടയുള്ളവർ മാത്രം കാണുക, കാരണം പ്രശസ്തനായ യൂട്യൂബറുടെ കൈ പുല്ല് എത്തുന്നതിനിടയിൽ മുറിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഗുരുതരാവസ്ഥയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തിനൊരു വാഴവള്ളിയിട്ട് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. വിരലിൻ്റെ അറ്റത്തിരുന്ന് LED ബൾബ് മിന്നുന്ന പോലെ ബ്ലൂ ബൂ എന്ന് വേദനെടുക്കുന്നു കേട്ടോ. ഇതുണ്ടോ ഗൈസ്? ഇന്ന് വെബ് സീരീസൊക്കെ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരുന്ന എന്തായാലും വീട്ടിൽ നിന്നിട്ട് നോക്കാം. ഇങ്ങനെയുള്ള ചില ദുരിതങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കൈ മുറിക്കാതെ നോക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പുലിയെത്താൻ പോകുമ്പോൾ കൈയൊക്കെ മുറിയാൻ സ്വാഭാവികമാണ്. എന്നാലും ഒരു കൊത്തി കാണാമല്ലോ നമ്മൾ പുലിയെത്താൻ ഇറങ്ങിയിട്ട്. ഇതുവരെ കൈ മുറിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇച്ചിരി മൂർച്ചയുള്ള വാക്കത്തെ എടുത്തേ, അതിൻ്റേതായിരിക്കും. കൈയൊക്കെ മുറിഞ്ഞോണ്ടേ പുലിയത്ത് ഇച്ചിരി സ്ലോ ആയിപ്പോയി. കൈയ്യെ ചെത്തിയെടുത്തേ. ഇനി മേല എൻ്റെ അടുത്ത് പുലിയെത്താൻ വന്നേക്കല്ലോ. ഇന്നലെ പപ്പുക്കുട്ടൻ പറഞ്ഞാൽ ഇതിട്ട് തിരികിട്ട് കത്തിച്ചാലോ എന്നല്ലേ. കുറേ ചോര വന്നു കേട്ടോ, ഞാൻ പിടിച്ചുപോയി. രാവിലെ കൂടെ അല്ലേ, ഈ മലയിൽ കയറി വന്ന് നിന്നപ്പോൾ നല്ല ബ്ലഡ് പ്രഷർ നിൽക്കുന്ന സമയമായിരുന്നല്ലോ, അങ്ങനെ സംഭവിച്ചാണ്. വേറെയാണ് നിങ്ങൾക്ക് എന്നാ വിശേഷമുള്ള? അത് നിങ്ങൾ പലരും ഇടയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട്, മെസ്സേജ് അയച്ച് പൂച്ചക്കുട്ടിയുണ്ടോ പട്ടിക്കുട്ടിയുണ്ടോ. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് നേരെ ചോദിച്ചത് പപ്പിനെ കൊടുക്കുന്നുണ്ടോ ചേട്ടാന്ന് ചോദിച്ചേ. പപ്പിക്കുട്ടിനെ ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. ബാക്കി ഒരുപാട് നായ്ക്കുട്ടികൾ അഡോപ്ഷന് വേണ്ടിയിട്ട് ഈ പറമ്പിലൊക്കെ വീണ് കിടപ്പുണ്ട്. വീണ് കിടക്കാന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്ന് വീണ് കിടക്കുന്നല്ലോ കേട്ടോ, ഓരോരുത്തർ കൊണ്ട് കളയുന്നതാണ്. അപ്പോൾ ഈ വാഴം തന്നെ നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരു ചേച്ചി നമുക്ക് അയച്ചു തന്നൊരു 10ഓളം പട്ടിക്കുട്ടികൾ അവിടെ ഓർമ്മ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ചോട്ടൂസ് വ്ലോഗിൻ്റെ ഒക്കെ കമ്മ്യൂണിറ്റി അവരും അദ്ദേഹം ദിലീപേട്ടനൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ പട്ടിക്കുട്ടികളുടെ നമ്മളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ സൈഡിൽ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുന്നത്. അവിടെ നിന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അഡോപ്ഷൻ വരുന്ന എല്ലാ കേസുകളും നമ്മളവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പട്ടിക്കുട്ടിയൊക്കെ വേണം പൂച്ചക്കുട്ടിയൊക്കെ വേണം എന്നുള്ളവരെ എടുത്തു. നമ്മൾ ഈയിടെ ഒരു പൂച്ചക്കുട്ടിയുടെ അഡോപ്ഷൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് 2 എണ്ണം നമ്മുടെ പോസ്റ്റ് കണ്ടിട്ട് ഒരാൾ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു തന്നു. സന്തോഷം. ഇങ്ങനെ നമ്മൾ മാക്സിമം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് വഴി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് ഈ അലഞ്ഞിറക്കുന്ന ഒരുപാട് പട്ടികൾക്കും പൂച്ചകൾക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് കിട്ടും. മാത്രമല്ല ഇങ്ങനെ അഡോപ്ഷൻ ചെയ്യുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, പറ്റുവാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർജനുള്ള ഒരു ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒന്ന് മെനക്കെട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അവരെ ന്യൂട്രൽ കൊണ്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇവരുടെ പോപ്പുലേഷൻ നമുക്ക് കുറയ്ക്കാനും പറ്റും. ഈയിടെ ഞാൻ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് റാബീസിൻ്റെ പ്രശ്നം. കാരണം നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു മരിച്ചു വാക്സിൻ എടുത്തിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ അലഞ്ഞു നടക്കുന്ന ഡോഗ്സിന് പൂച്ചയ്ക്കും ഒക്കെയാണ് ഈ റാബീസിൻ്റെ വാഹകരായിട്ട് മാറുന്നത്. റാബീസ് വന്നു കഴിഞ്ഞാൽ 100% മരണം ഉറപ്പാണ്. കൊറോണ ഈ റാബീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ ലഘുവായിട്ടുള്ള ഒരു അസുഖമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം റാബീസ് ഇൻഫെക്റ്റഡ് ആയാൽ, പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് രക്ഷപ്പെടത്തില്ല. അപ്പോൾ പറ്റുന്നവരെ കമ്മ്യൂണിറ്റി ടാബൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്താൽ മതി. നമുക്ക് വരുന്ന എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി അഡോപ്ഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരിക. ഫോട്ടോസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അയച്ചു തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ഇൻവോൾവ് ആവുക കേട്ടോ. പറ്റുന്നവരൊക്കെ അഡോപ്ഷൻ ചെയ്യാൻ പറ്റുന്നവർ അഡോപ്ഷൻ ചെയ്യുക. ഓ മൈ ഗോഡ് ഗൈസ്, എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടോ 2 കണ്ണുകൾ? ചോര നീരാക്കി രക്തപ്പൊഴി ഒഴുക്കി ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചോണ്ടോ നീ പുല്ല്. അതൊന്നും വകവെക്കാതെ ഒന്നും കാണാതെ ചറുമുറാൻ തിന്നുന്ന വർഗസ്നേഹമില്ലാത്ത മാളും മുട്ടനും. ഫീലിംഗ് ഒരു ലോഡ് പുച്ച. അടുത്ത വീഡിയോ കാണാം.